ഒരിക്കലും തമ്മിൽ കാണുമെന്ന് തന്നെ വിചാരിക്കാത്ത ഞാൻ OMPക്ക് പണ്ടൊരിക്കലും ഒരു പോസ്റ്റ് കാർഡ് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഇന്ത്യവരം എന്ന അഡ്രസ്സിലേക്ക്. മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരുന്ന എനിക്ക് സിവിൽ സർവീസ് റാങ്ക് മലയാളത്തിൽ എഴുതി കിട്ടിയിട്ട് തിരുവനന്തപുരത്ത് വെച്ചൊരു ചടങ്ങിൽ വെച്ച് OMP തൊട്ടടുത്ത് നിന്ന് കൈ പിടിച്ചിട്ട് പറയുകയാണ്, മലയാളത്തിന്റെ 1ാം റാങ്ക് ലിബിൻ രാജനാണ്. ഇവിടെ ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട മോട്ടി ചെറിയാൻ മാത്രമല്ല എന്റെ ജീവിതം വെട്ടിത്തിരുത്തിയെഴുതിയത്. ഒട്ടേറെ അഭിനയിച്ചത് അതിലൊരു പ്രതീകം മാത്രമാണ് മോട്ടി ചെറിയാൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ JNUവിന്റെ എൻട്രൻസ് എഴുതാൻ വേണ്ടി ഈ നഗരത്തിൽ വന്നത്. അന്ന് എനിക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് YMCA ഹോസ്റ്റലിലാണ്. അന്ന് സിവിൽ സർവീസിന് ഏതൊക്കെ പുസ്തകങ്ങളാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്റെ ഒരു സുഹൃത്ത്, JNUവിലെ സുഹൃത്ത് പറഞ്ഞു, JNUവിന്റെ സൗത്ത് ഗേറ്റിനടുത്ത് ഒരു ജവഹർ ബുക്ക് സ്റ്റാൾ ഉണ്ട്, ആ ബുക്ക് സ്റ്റാളിൽ പോയാൽ സിവിൽ സർവീസിന് ആവശ്യമായ എല്ലാ പുസ്തകങ്ങളും കിട്ടും. ഡൽഹിയിൽ നിന്നിട്ട് ഒരു പത്രപ്രവർത്തകനാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഡിഗ്രിക്ക് 3ാം വർഷം ഞാൻ മനോരമയിൽ ഒരു ദിവസം കയറി എനിക്ക് ഇന്റേൺഷിപ്പ് തരണമെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ച മാറി മാനേജ് കോഴ്സിൽ, കോളേജിലെ കോഴ്സിൽ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, 6 മാസത്തെ ഇന്റേൺഷിപ്പ്. ഞാൻ മനോരമയിൽ എനിക്കൊരു പരിചയമില്ല, ഞാൻ കയറി ചെന്നു, ഇന്റേൺഷിപ്പിന്റെ ലെറ്റർ കൊടുത്തു. മനോരമയിൽ നിന്ന് എന്നെ ഇന്ത്യ വിഷനിലേക്ക്, തിരുവനന്തപുരം ഇന്ത്യ വിഷനിലേക്ക് പറഞ്ഞു. എന്നെ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അദ്ദേഹവും ഞാൻ ഒരുമിച്ച് ഒരേ ഓഫീസിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ജീവിതത്തിൽ ഒരു വലിയ അനുഭവമുണ്ട്. ആ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്ത് ഞാൻ ഇന്ത്യ വിഷന്റെ ടെസ്റ്റ് എഴുതി 1ാം റാങ്ക് മേടിച്ച് പാസ്സായി. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇന്ത്യ വിഷന്റെ ഇന്നത്തെ ന്യൂസ് റൈറ്ററായിരുന്ന MV നികേഷ് കുമാറിനോട്, ഇന്ന് അദ്ദേഹം മറ്റൊരു ചേരില്ല, അദ്ദേഹത്തോട് ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ, എനിക്ക് ഡൽഹി തരണം, ഡൽഹി റിപ്പോർട്ടറാണ്. പക്ഷെ അദ്ദേഹം എന്നെ പോസ്റ്റ് ചെയ്തത് കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ വിഷനിലേക്ക് പോയി. ഞാൻ ജാമ്യയിൽ എൻട്രൻസ് ചെയ്യുന്നതിന് കുറച്ചു കാലം മുമ്പ് തന്നെ SBT ഒരു ക്ലറിക്കൽ പരീക്ഷ എഴുതി. അങ്ങനെ ജാമ്യയുടെ ഇന്റർവ്യൂയിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലും ഒരു ഫ്രീ കോഴ്സ് ആയിരിക്കും, അധികം ഫീസൊന്നും കാണില്ല എന്നാണ്. പക്ഷേ ജാമ്യയിലെ ഫീസിന് അന്ന് ആദ്യ സെമസ്റ്ററിൽ ഏകദേശം 45,000 രൂപയോളം അടയ്ക്കണം. അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്റെയും സിസ്റ്ററിന്റെയും പേരിലുള്ള 2 RD, പോസ്റ്റ് ഓഫീസിലെ 2 RD ക്ലോസ് ചെയ്ത്, സിസ്റ്ററിന്റെ കുറച്ച് ഗോൾഡ് ഒക്കെ ക്ലോസ് ചെയ്ത് SBIയുടെ അക്കൗണ്ടിൽ സിസ്റ്റർ കാശ് ഇട്ട് ആ കാശും കൊണ്ട് തിരിച്ച് ജാമ്യയുടെ ഫീസ് അടയ്ക്കേണ്ട സെക്ഷനിൽ 3 പേർ ഒരു ക്യൂവിൽ നിൽക്കുന്നു. 3ാമത്തെ ആളാണ് ഞാൻ ചെല്ലാനൊക്കെ ഫില്ല് ചെയ്ത് 3ാമത്തെ ആളായിട്ട് നിൽക്കുമ്പോൾ എന്റെ മൊബൈലിൽ ഒരു SMS, "You are selected for SBT Kerala. The joining formalities will be intimated in due course." ഈ മെസ്സേജ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ അവിടെ നിന്നിങ്ങനെ ആലോചിച്ചു, SBT പോലൊരു ബാങ്ക്, അതൊരു ഗവൺമെന്റ് ജോലിയാണെന്ന് എനിക്കറിയാം, എന്താണ് ജോലി എന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസത്തെ തൽക്കാലം ബുക്ക് ചെയ്ത് നാട്ടിലേക്ക്. അന്ന് ഞാൻ ജാമ്യയിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ എന്റെ ജീവിതം മറ്റൊന്നായി പോയി. ജോയിൻ ചെയ്യാതെ ഞാൻ നേരെ നാട്ടിൽ പോയി വീടിനടുത്തുള്ള ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ SBTയിൽ ജോയിൻ ചെയ്തു. എനിക്ക് അങ്ങനെ അറിയാമായിരുന്നു ജീവിതത്തിൽ ഇത് എല്ലാ കാലവും ഒരു പ്രേതബാധയെ പോലെ പുറകിൽ വരും. കാരണം ജേർണലിസം പഠിച്ച ഒരാൾ ബാങ്കിലേക്ക് പോകും, എന്തിന്? അന്ന് ഞാൻ ആലോചിച്ചത്, അവിടെ നിന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു, ജാമ്യയിൽ ജോയിൻ ചെയ്യണോ അതോ ബാങ്കിൽ ജോയിൻ ചെയ്യണോ? ഞാൻ ഏറെ ആലോചിച്ചപ്പോൾ മനസ്സിലായി, സിസ്റ്റർ ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടുന്ന 1,500 രൂപ കൊണ്ട് വീട് പോകും. വേണമെങ്കിൽ വിപ്ലവം കാണിക്കാമായിരുന്നു. പക്ഷെ മനസ്സിൽ ആ വിപ്ലവത്തെ ഒതുക്കി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. SBT എങ്ങനെ പോയാലും ഒരു 10,000 രൂപയ്ക്കകത്ത് ശമ്പളം തരുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ ഇല്ലന്തൂർ SBTയിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ ഡൽഹി മോഹം പതുക്കെ തലപൊക്കി തുടങ്ങി. വീണ്ടും അവിടെ നിന്ന് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചോദിച്ചു. 3 തവണയാണ് ഡൽഹിക്ക് എനിക്ക് ട്രാൻസ്ഫർ വന്നത്, 3 തവണ. അവസാനത്തെ ഡൽഹിക്കുള്ള ട്രാൻസ്ഫർ ഓർഡർ വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുക, എനിക്ക് പകരം ആള് വരണം. അങ്ങനെ 6 മാസക്കാലം നിന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു, പകരം ആളില്ലാത്തതുകൊണ്ട് ഡൽഹിക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 33 ബാങ്ക് PO എക്സാമുകൾ SBTയിൽ നിന്നുകൊണ്ടിരുന്നു. അതിൽ 13ാമത്തെ ബാങ്കായ IDBI ബാങ്ക് എന്നെ വിളിച്ചു. നിങ്ങൾ എത്ര പേർക്ക് അറിയാം IDBI ബാങ്ക് ഗവൺമെന്റ് ബാങ്കാണ്? ഗവൺമെന്റ് ബാങ്കാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈകൊള്ളൂ. IDBI ബാങ്ക് ഗവൺമെന്റ് ബാങ്കാണെന്ന് വിശ്വസിക്കുന്നു. IDBI ബാങ്ക് പ്രൈവറ്റ് ബാങ്കാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? IDBI ബാങ്ക് 2 കൂട്ടത്തിൽ വല്ല വേറെ ഏതോ ഒരു ക്വാസി ഗവൺമെന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ചിലർക്കും ഒരു കാര്യത്തിലും കൈകൊള്ളുന്നില്ല. എനിക്ക് വലിയ സംശയം തന്നെയായിരുന്നു, IDBI ബാങ്ക് ഗവൺമെന്റ് ബാങ്കാണോ പ്രൈവറ്റ് ബാങ്കാണോ? ഞാൻ പലരോടും ചോദിച്ചു, പലരെയും പോയി കണ്ടു.
അവസാനം നെറ്റിൽ കയറി നോക്കിയപ്പോൾ 74% ഗവൺമെന്റ് ഓഹരിയുള്ള ഒരു ബാങ്കാണ് IDBI ബാങ്ക് എന്നാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ SBT നിന്ന് IDBI ബാങ്കിൽ. അപ്പോഴേക്കും ആളുകൾ ചോദിച്ചു തുടങ്ങി, വീടിനടുത്തുള്ള ഇലന്തൂരിൽ നിന്ന് കൊച്ചിക്ക് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പ്രൈവറ്റ് ബാങ്കിലേക്ക് ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇത് അമ്മ മലയാളത്തിന്റെ ശക്തിയാണ്. കഴിഞ്ഞ തവണ ഞാൻ മാത്രമേ മലയാളത്തിൽ മെയിൻസ് എഴുതാനുണ്ടായിരുന്നുള്ളൂ. ഇതവണ എന്നെ ഇതേവരെ വിളിച്ച ആളുകളുടെ എണ്ണം നോക്കിയാൽ 200-ലധികം കോളുകളാണ്. 200-ലധികം കുട്ടികൾ ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിലേക്ക് എഴുതാൻ പോകുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ എഴുതിയാലും മെയിൻ പരീക്ഷ കിട്ടും, ഇന്റർവ്യൂ വേണമെങ്കിലും മലയാളത്തിൽ ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് ഈ പരീക്ഷ നൽകുന്നുണ്ട്. UPSC ഒരു ഭാഷയ്ക്കും അമിതമായ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എന്റെ ഇന്റർവ്യൂ എനിക്ക് മലയാളത്തിൽ ചെയ്യാമായിരുന്നു, എന്നിട്ട് ഞാൻ ചെയ്തത് ഇംഗ്ലീഷിലാണ്. കാരണം അതുകൂടി മലയാളത്തിൽ ചെയ്താൽ അവർ വിചാരിക്കും ഞാൻ ഒരു കടുത്ത ഭാഷാ സ്നേഹിയാണ്. ഇനി ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പോകും. എന്തുകൊണ്ടാണ് മോട്ടിച്ചെറിയാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രതീകമായി മാറിയത്? ആഗ്രഹമായിരുന്നു എങ്ങനെയാണ് ഈ പോസ്റ്റിൽ എത്തിച്ചേരുന്നത്. അന്ന് ഗുരുവായിട്ട് സ്വീകരിച്ച ആളാണ് TK നായർ സാറ്, PC അലക്സൺ സാറ്, ഇവിടെ ജിജി തോമസ് സാറ്, ഇവരൊക്കെ. ഒരുപക്ഷെ ഇവർക്കൊന്നും അറിയില്ലായിരിക്കാം BA ഇംഗ്ലീഷിലാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇത്രയും മാർക്ക് പഠിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ പഠിക്കുന്നത്? നിങ്ങൾക്ക് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പോയി പഠിച്ചോളൂ. ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കിയിട്ട് പഠിക്കാം. പിന്നെ അദ്ദേഹം ചോദിച്ചു, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചെന്നൈ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പോയി പഠിച്ചോളൂ പഠിക്കാൻ. ഏറ്റവും കുറഞ്ഞത് തിരുവനന്തപുരത്ത് മാറി മാനേജ് കോളേജിലോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി SP കോളേജിലോ പോയി പഠിച്ചൂടെ? ഡൽഹിയിൽ ഒരു കോളേജുണ്ട്, ചെന്നൈയിൽ ഒരു കോളേജുണ്ട്, തിരുവനന്തപുരത്ത് ഒരു കോളേജുണ്ട്, ചങ്ങനാശ്ശേരിയിൽ ഒരു കോളേജ്. അദ്ദേഹം പറഞ്ഞ മറുപടി, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാറി മാനേജ് കോളേജിലോ ചങ്ങനാശ്ശേരി SP കോളേജിലോ പോയി പഠിച്ചൂടെ? അപ്പോൾ ഞാൻ എടുത്ത ഓപ്ഷൻ തെറ്റാണെന്ന് അദ്ദേഹം ഭംഗ്യന്തരാണ് പറഞ്ഞു വെക്കുക. ഞാൻ പറഞ്ഞു, പോയി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്നാ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ നിന്ന സമയത്ത് ഒരു കോളേജ്, സെന്റ് തോമസ് കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ആ ഹാളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജ് ചേർത്തിരിക്കുകയാണ്. എന്ന് അദ്ദേഹം പറഞ്ഞ സെലക്ഷൻ ഉണ്ട്. കോളേജിൽ ചേർത്തു, അതോടൊപ്പം ഞാൻ അവിടെ ഒരു സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മകളെ ചേർത്തു. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഈ മോട്ടിച്ചെറിയാൻ മാറി മാനേജ് കോളേജിൽ വിളിച്ചിട്ട് അവിടെ നിന്നും ഒരു ഫോം വരുത്തിയിരുന്നു. അങ്ങനെയാണ് ഞാൻ മാറി മാനേജ് കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി, ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോയി വെബ്സൈറ്റിൽ കയറി ഏതൊക്കെ കോഴ്സ് ഉണ്ടോ കണ്ടുപിടിച്ചു. കോഴ്സ് കണ്ടുപിടിച്ച കൂട്ടത്തിൽ ഒരു BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഒന്ന് കണ്ടുപിടിച്ചു. അതിന് ആപ്ലിക്കേഷൻ ഇട്ടു. ആപ്ലിക്കേഷൻ ഇട്ട് എൻട്രൻസ് എഴുതി. എൻട്രൻസിൽ എനിക്ക് 6ാം റാങ്ക് ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചത് മോട്ടിച്ചെറിയാണ്. അദ്ദേഹം ഫോണിൽ വിളിച്ച് ചോദിച്ചു, എത്രാം റാങ്ക്? 6ാം റാങ്ക്. പക്ഷെ എനിക്ക് പോസ്റ്റ് കാർഡ് കിട്ടിയില്ല. കാരണം എന്താ അറിയുമോ? എന്റെ പോസ്റ്റ്മാൻ എനിക്ക് അഡ്മിഷൻ കാർഡ് തന്നില്ല. അദ്ദേഹത്തിന് അറിയിച്ചപ്പം അദ്ദേഹം മറ്റൊരാൾക്ക് പറഞ്ഞ മറുപടി, കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ വേണ്ടിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് അഡ്മിഷൻ കാർഡ് തരാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വണ്ടി കയറി നേരെ തിരുവനന്തപുരത്ത് പോയി. ആദ്യമായിട്ട് മാറി മാനേജ് കോളേജിൽ കാണുന്നു. ആ കോളേജ് എന്റെ ആദ്യത്തെ കൺസെപ്റ്റ് മമ്മൂട്ടി പഠിച്ച കോളേജ് എന്നായിരുന്നു. പിന്നാണ് മനസ്സിലായത് മമ്മൂട്ടി ആ കോളേജിലാണ്. എന്റെ ഒരു അധ്യാപകം തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ആ കോളേജിൽ ചെന്നു. കോളേജിൽ ചെന്നിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് പ്രിൻസിപ്പലിന്റെ അച്ഛൻ്റെ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് നേരെ തിരുവനന്തപുരത്ത് പോയി SBTയുടെ ഇന്റർവ്യൂവിൽ, ഞായറാഴ്ചത്തെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാമെന്ന് കരുതി ഞാൻ ലെവലിൽ പോയിരുന്നിട്ട് ആലോചിച്ചു, ഇന്റർവ്യൂവിൽ കയറണോ വേണ്ടേ? ഇതായിരിക്കും അവസാനം ഞാൻ തീരുമാനിച്ചു, ഇന്റർവ്യൂവിൽ കയറാം. സർട്ടിഫിക്കറ്റ് ഒന്നും അറ്റസ്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്യണം, നമ്മുടെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ ഫിറ്റ് ചെയ്ത് തരണം. ഞാൻ ആ ലൈബ്രറിക്ക് അകത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ലൈബ്രറിയിൽ ഒരു മധുമതി മേഡം എന്ന് പറഞ്ഞ മേഡത്തിന്റെ മുമ്പ് ബുക്കൊക്കെ എടുത്ത് പരിചയമുണ്ടോ? മേഡം എന്റെ അടുത്ത് ചോദിച്ചു, എന്തായാലും ഇവിടെ ഇരിക്കുന്നത്? മേഡം ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്ത് ഇന്റർവ്യൂ? SBT ഓഫീസർ പരീക്ഷ ഇന്റർവ്യൂ. അദ്ദേഹം പുള്ളിക്കാരൻ വിളിച്ചു, നിങ്ങൾ എന്തൊരു അഹങ്കാരമാണ് കാണിക്കുന്നത്? SBTയിൽ ഒരു ഓഫീസർ പരീക്ഷയുടെ ഇന്റർവ്യൂ ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. പിന്നെ മേഡം അഹങ്കാരമല്ല, എന്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ആലോചിച്ച് പറഞ്ഞു, അപ്പം എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് ലൈബ്രറി എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. മേഡം, ഇതെന്റെ ബ്രദറാണ്, ഇദ്ദേഹത്തിന് ഇന്നൊരു SBTയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഈ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ഒന്ന് ഫില്ല് ചെയ്യണം. ഒന്നും നോക്കാതെ ലൈബ്രറിയിൽ എനിക്ക് സൈൻ ചെയ്തത്. ഞാൻ SBTയിൽ ഇന്റർവ്യൂവിന് പോയി, ആ ഇന്റർവ്യൂ കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ SBT ജോയിൻ ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളുടെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടേറെ വഴിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 2009 ഞാൻ SBT ജോയിൻ ചെയ്യുന്നു.
ഇങ്ങനെ നിൽക്കുകയാണ്. ഹാളിലെ ഒരു വാതിൽ തുറന്നു കിടക്കുക. അതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു മർത്തോമൈറ്റ് ഫാമിലി ഉണ്ട്. നടുവിൽ ഒരു റോഡാണ്. ഒരു മഴക്കാലമാണ്. നല്ല പായലുണ്ട് ആ റോഡിൽ. ഒരു കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു സ്ത്രീ, നമ്മുടെ നാട്ടിലേക്ക് തമിഴ്നാട്ടുകാരെ ഭിക്ഷയായിരിക്കാൻ വരുന്നത്. അവർ വന്നിട്ട് ആ തൊട്ട് ഫ്രണ്ടിലുള്ള മാർത്തോമൈറ്റ്സിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പാത്രം നേടിയിട്ട് അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ അപ്പോഴാണ് മനസ്സിലാക്കിയത് ജനലിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. പിള്ളേരെ ഓടിപ്പോയി വാതിലിന്റെ സൈഡിൽ ഭാഗത്തുനിന്ന് ഈ സ്ത്രീ ഇറങ്ങി വന്നിട്ട് അവരുടെ പാത്രത്തിൽ കുറച്ച് പിടി അരി ഇട്ട് കൊടുത്തു. അപ്പൊ അമ്മ വാതിൽ അടയ്ക്കാൻ വേണ്ടി ജനൽ അടച്ചിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പോ ഈ തമിഴ്നാട്ടുകാരി സ്ത്രീ ഇങ്ങനെ തിരിച്ച് നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, മഴക്കാലമാണ്, റോഡിൽ പായലുണ്ട്, തെന്നി വീഴും, വഴുകലുണ്ടാവും, സൂക്ഷിച്ചു പോകണം. അപ്പൊ എന്റെ അമ്മ അവിടെ നിന്ന് ആലോചിച്ചു, ജീവിതവും ഇങ്ങനെയാണ്. മഴക്കാലം വരാം, പായലുണ്ടാവാം, വഴുകലുണ്ടാവാം, തെന്നി വീഴാം. അന്ന് അമ്മ കയറിയിട്ട് ആ കയറ് അയച്ചു മാറ്റി. ഈ കഥ ഞാൻ നിങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അന്ന് അമ്മ എന്നോട് പറഞ്ഞൊരു സെന്റൻസാണ്. ഏതാണ്ട് ചെറിയ സെന്റൻസുകളാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഈ 3 സെന്റൻസുകളാണ് എന്റെ അമ്മയുടെ ജീവിതം മാറ്റിമറിച്ചത്. ജീവിതത്തിൽ മഴകളുണ്ടാവാം, മഴക്കാലം ഉണ്ടാവാം, ഒരു കോൺക്രീറ്റ് റോഡിൽ പായലുണ്ടാവാം, വഴുകലുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒട്ടേറെ അപരിചിതർ മാറ്റി എഴുതിയ എന്റെ ജീവിതം. എനിക്കറിയില്ല, ഒഞ്ചേരി സാറിന്റെ ഒരു കൃതിയുണ്ട്, ഈ വിളക്ക് നിങ്ങളുടെ, ഈ വെളിച്ചം നിങ്ങളുടേതാണ്. AK ഗോപാലനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എഴുതാൻ തോന്നുന്നു. ഞാൻ പറയുന്നു, എന്നിലെ സിവിൽ സർവീസ് വെളിച്ചം നിങ്ങളുടേതാണ്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് വിവരാവകാശ നിയമപ്രകാരം അടൂർ RD ഓഫീസിൽ പോകുമ്പോൾ അന്ന് രത്തൻ കേൾക്കർ എന്റെ വിവരാവകാശ ആപ്ലിക്കേഷൻ കണ്ടിട്ട് 2005 അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെയും സർക്കാർ നിയമങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു സബ് കളക്ടറുടെ അധികാര പരിധിയെ കുറിച്ച് അറിയുമ്പോഴൊക്കെ അഭിമാനം തോന്നിയെന്നുള്ളൊരു നിമിഷത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. കോഴഞ്ചേരിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിലെ ഒരു സദസ്സിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കേണ്ടി വരുന്നു. അതും ഒട്ടേറെ തവണ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയ ഡൽഹിയിൽ നിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗുരുവിനെ സാക്ഷി നിർത്തി വായിച്ച മാത്രം വന്നിട്ടുള്ള 2 തവണ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് മേടിച്ചിട്ടുള്ള ഓംചേരി സാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമായ അനുമോദനങ്ങൾക്ക് നന്ദി പറഞ്ഞു